സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതിയായ ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. എൻ വാസു സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ നേരത്തെ കോടതി തള്ളിയിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കട്ടിളപ്പാളി കേസിലാണ് എൻ വാസു പ്രതിയായിട്ടുള്ളത്. അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു നടത്തിയ ഇടപെടൽ വ്യക്തമായതോടെയാണ് SIT എൻ വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പിന്നാലെയാണ് CPM നേതാവ് കൂടെയായ A പത്മകുമാറും അറസ്റ്റിലാകുന്നത്. എൻ വാസുവിനും A പത്മകുമാറിനും പാർട്ടിയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ പഞ്ചായത്ത് തലത്തിലടക്കം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചയാളാണ് എൻ വാസു. ഇരുവരുടെയും അറസ്റ്റ് CPMനെ പ്രതിസന്ധിയിലാക്കി. തനിക്ക് നേരിട്ട് പങ്കില്ല എന്ന് വാസു ജാമ്യാപേക്ഷയിലൂടെ കോടതിയെ ബോധ്യപ്പെടുത്താൻ നോക്കിയെങ്കിലും കോടതി മുഖവിലക്കെടുത്തില്ല. ഹൈക്കോടതിയിലടക്കം സമർപ്പിച്ച ജാമ്യഹർജികൾ തള്ളിപ്പോയി. ഇന്ന് റിമാൻഡ് കാലാവധി തീർന്നതിനെ തുടർന്നാണ് എൻ വാസുവിനെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തു. ജനുവരി 19 കോടതിയിൽ ഹാജരാക്കണം. ഒരു പ്രതികൾക്കും ഇതുവരെ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു നൽകിയിട്ടില്ല. A പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും വരും ദിവസങ്ങളിൽ വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ജനം, കൊല്ലം.